ഹായ്! ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്ന ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്ലാന്റാണിത്. ഇതിൽ ധാരാളം ഫ്രൂട്ട്സുകൾ ഉണ്ടാകാറുണ്ട്. ഇതിന് വലിയ പ്രത്യേകം കെയറുകളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണിത്. ഇതിൽ സ്റ്റാർ ഫ്രൂട്ട് എന്നും സ്വീറ്റ് കാരംബോള എന്നും ചതുരപ്പുളി എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റാണിത്. കൂടാതെ വൈറ്റമിൻ എയുടെയും സിയുടെയും കാൽഷ്യത്തിൻ്റെയും ഒരു കലവറ തന്നെയാണിത്. ഇത് ഞാനൊരു ചെറിയ തൈ നട്ടതാണ്. പക്ഷേ ഇത് ഒരു ചട്ടിയിലോ ഒരു ഗ്രോ ബാഗിലോ ഒക്കെ വച്ച് കഴിഞ്ഞാൽ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആവുകയും അതിൽ കുറച്ച് കായ്കൾ പിടിക്കുകയും ചെയ്യും. പക്ഷേ തറയിൽ വച്ച് കഴിഞ്ഞാൽ വലിയ മരമാവുകയും ആ മരത്തിൽ ഇഷ്ടംപോലെ കായ്ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഫാമിലിക്ക് ഇത് ചട്ടിയിൽ തന്നെ വെച്ചാൽ മതിയാകുന്നതാകും. ഇതിൽ ധാരാളം സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒരു വേസ്റ്റ് ഫ്രൂട്ടാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. അടുത്തതായി പരിചയപ്പെടുത്താൻ പോണത് പൊമഗ്രനേറ്റ്, മാതളം എന്നറിയപ്പെടുന്ന പൊമഗ്രനേറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഈ വേനൽക്കാലത്ത് പിടിക്കാറുണ്ട്. കുറേയൊക്കെ പൊഴിഞ്ഞു പോയി, എന്നാൽ കൂടിയും ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ചുമന്ന റെഡ് കളറിലുള്ള മാതളമല്ല, വൈറ്റ് കളറിൽ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വൈറ്റ് കളറിലുള്ള പൊമഗ്രനേറ്റ് ആണ്. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല, മധുരം ഉണ്ടാകാറുണ്ട്. എന്നാലും റെഡ് മാതളത്തിനെ അപേക്ഷിച്ച് മധുരം കുറവാണ്. ചെറിയ ഒരു കയ്പ്പ് പോലെയും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ പൂവുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മജന്ത നിറത്തിലുള്ള നല്ല പൂക്കളാണ് ഇതിലുണ്ടാകാറുള്ളത്. ഇതൊരു 4-5 വർഷം മുമ്പ് മേടിച്ച് വെച്ച ഒരു പ്ലാന്റാണ്. പക്ഷേ വച്ച് അടുത്ത വർഷം മുതൽ തന്നെ ഇതിൽ കായ്കൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച് മരം മൊത്തത്തിൽ ചാഞ്ഞിടും. ഒരു 5-6 കിലോ മാതളം ഇതിനകത്ത് തന്നെ ഉണ്ട്. 5-6 കിലോ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വലിയ ഫ്രൂട്ടുമാണ്. വെള്ളം നല്ല രീതിക്ക് കൊടുക്കണം ഇതിന്. അടുത്തതിന് നമുക്ക് ഈ സ്റ്റാർ പുളിഞ്ചിയെല്ലാം നമുക്ക് പറിച്ചെടുത്ത് വയ്ക്കാം. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. പച്ചയ്ക്ക് പുളിപ്പാണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഫ്രൂട്ടാണിത്. അപ്പോൾ ഞാൻ എൻ്റെ മാതളത്തെ ഒന്ന് കാണിക്കുകയായിരുന്നു. അടുത്തത് അമ്പഴങ്ങയാണ്. ഞാൻ മേടിച്ച് വെച്ച അമ്പഴങ്ങയുടെ തൈയാണിത്. ഇത് ചെറുതിലെ വളരെ ചെറിയ തൈയാണ്. നിങ്ങൾക്ക് കണ്ടാലേ അറിയാം, വളരെ ചെറിയ തൈയാണ്. ഇതിൽ തന്നെ ഇപ്പോഴേ ഫലം ഉണ്ടായി തുടങ്ങി.